Hi friends, welcome back to our channel Pepper Pots. ഇപ്പോൾ നമ്മുടെ ഇന്ന് സ്കിൻ Suntan ചലഞ്ചിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് രണ്ടാമത്തെ ഡേയിൽ എന്ത് പാക്കാണ് ഇടുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ പാക്ക് എല്ലാവരും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പോൾ നമ്മൾ ആ മസൂർ ആ ഒരു റെഡ് ലെന്റിൽസ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്ത കാരണം നമ്മുടെ ഈ ഡെഡ് സ്കിൻസ് ഒക്കെ ഇളകി നല്ല സ്കിന്നിന്റെ ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് എല്ലാവർക്കും ഫേസിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇന്ന് നമ്മൾ നമ്മുടെ സ്കിൻ ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് പപ്പായയും ഹണിയും ഉപയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ പാക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ പാക്കിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് പപ്പായയും ഹണിയും ഉപയോഗിച്ച് സെക്കൻഡ് ഡേ പാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സെക്കൻഡ് ഡേ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു പഴുത്ത പപ്പായ നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതിന്റെ കൂടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ തേന്, എന്ത് തേനായിരുന്നാലും മതി. ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ എടുക്കാം. 2 സ്പൂൺ തേനും, ഒരു വലിയ സ്പൂൺ തേനും, നല്ല ഒരു പപ്പാളി, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ കൈകളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പപ്പാളിയും തേനും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാക്കായിട്ട് എടുക്കുക. ഇതാണ് നമ്മൾ കയ്യിലും മുഖത്തും ഇന്ന് ഇടാൻ പോകുന്ന പാക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക്. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് മുഖത്ത് ഇടുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. മുഖത്ത് നമ്മൾ എന്ത് പാക്കായിരുന്നാലും ഇടുന്നതിന് മുമ്പ് മുഖം നല്ല വൃത്തിയായിട്ട് കഴുകണം. പ്രത്യേകിച്ച് നമ്മൾ ഈ സൺടാൻ ചലഞ്ച് ചെയ്യുന്ന ഈ ഒരു 15 ഡേയ്സ് നമ്മൾ നല്ലതുപോലെ മുഖം കടലമാവോ പയറുപൊടിയോ ഓട്സിന്റെ പൊടിയോ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണം ഈ പാക്ക് ഇടാൻ. സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പൊടി എടുക്കാം, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത പൊടി ആയാലും കുഴപ്പമില്ല. സോപ്പ് വേണ്ട ഈ 15 ദിവസം. ഓക്കെ, അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും കയ്യിലും കാലുകളിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യണം. കുറച്ചെടുത്തതിന് ശേഷം നല്ലപോലെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ഇട്ട് കഴിഞ്ഞാലും മുഖത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് വേണം ഇടാനായിട്ട്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ആയിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇടുമ്പോ എപ്പോഴും ഞാൻ ജസ്റ്റ് റബ്ബ് ചെയ്യുന്ന മാതിരി ഇട്ട് കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. ഇങ്ങനെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. ഫേസിലും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു ഇതാവുമ്പോൾ തേനായത് കാരണം പെട്ടെന്ന് ഡ്രൈ ആയി വലിഞ്ഞു മുറുകില്ല. സോ അത് കാരണം നമുക്ക് കുറച്ച് സമയം വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഒരു അരമണിക്കൂർ നല്ലപോലെ കൈകളിലും മുഖത്തും ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം വേണം നമുക്കിത് കഴുകി കളയാനായിട്ട്. ഇളം അതായത് തണുത്ത വെള്ളം, ഒരുപാട് തണുത്ത വെള്ളമല്ല, സാധാരണ നോർമൽ പൈപ്പ് വാട്ടർ അല്ലേ, അതിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇന്നലെ പറഞ്ഞതുപോലെ അലോവേര ജെല്ല് മുഖത്തിട്ടിട്ട് നീറ്റായിട്ട് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത് ഫുള്ളായിട്ടിട്ട് മുഖം എല്ലാം കഴുകി വൃത്തിയാക്കും. ഒരു അരമണിക്കൂറിന് ശേഷം മുഖം കഴുകി വൃത്തിയാക്കാം. ഞാനിപ്പം പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഒരു അരമണിക്കൂർ മുഖത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ ചെറുതായിട്ട് മസാജ് ചെയ്ത് റബ്ബ് ചെയ്താണ് കഴുകി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അലോവേര ജെല്ല് വിട്ടിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ഡേയിലുള്ള പാക്ക് ഇടേണ്ടത്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഫ്രീ ആയിട്ട് വിടുക. അപ്പൊ മറക്കാൻ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കരുത്. സോപ്പോ ഫേസ് വാഷോ മുഖത്ത് ഉപയോഗിക്കരുത്. ഈ ഒരു 12 ദിവസം കടലമാവോ പയറുപൊടിയോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഈ ഒരു പാക്ക് മുഖത്ത് ഇടുക. ഇനി നമുക്ക് നാളെ മൂന്നാമത്തെ പാക്കുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.